വിവാദങ്ങൾക്കിടെ ശബരിമല ദർശനത്തിന് രാഹുൽ മാങ്കൂട്ടത്തിൽ എം.എൽ.എ. പമ്പയിൽ കെട്ട് നിറച്ച് മല കയറി. പ്രവീൺ പുരുഷോത്തമൻ നൽകും വിശദാംശങ്ങൾ. പ്രവീൺ, രാഹുൽ മാങ്കൂട്ടത്തിൽ ശബരിമലയിലേക്ക് എത്തുന്നു. മല കയറിയോ? റോഷ്നി, 10 മണിയോട് കൂടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എം.എൽ.എ. പമ്പയിൽ എത്തിയത്. അവിടെ കാർ പാർക്ക് ചെയ്ത ശേഷം ഗണപതി ക്ഷേത്രത്തിൽ കെട്ട് നിറച്ച് ഇപ്പോൾ മല കയറുകയാണ്. 10 മണിയോട് കൂടി നട അടച്ച ശേഷമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എം.എൽ.എ. പമ്പയിൽ എത്തിയത്. നമുക്കറിയാം, കഴിഞ്ഞ നിയമസഭാ സമ്മേളനം തുടങ്ങിയതിനു ശേഷം അടുത്ത 2 ദിവസം രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിലേക്ക് എത്തിയിരുന്നില്ല. അന്ന് കാരണമായി പറഞ്ഞിരുന്നത് വ്യക്തിപരമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്, അതിനൊക്കെ സംബന്ധിക്കണം, പോകണം എന്ന് പറഞ്ഞിരുന്നു. ഇന്നലെയും രാഹുൽ മാങ്കൂട്ടത്തിൽ എം.എൽ.എ. നിയമസഭയിലേക്ക് പോയിരുന്നില്ല, ഇന്നും പോയിരുന്നില്ല. ഇന്നിപ്പോൾ വൈകിട്ട് ഏതായാലും പമ്പയിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിയിരിക്കുന്നു. ഇപ്പോൾ മല കയറുകയാണ്. കുറച്ചു കഴിയുമ്പോൾ അദ്ദേഹം സന്നിധാനത്തേക്ക് എത്തും. ഇന്നിപ്പോൾ ഏതായാലും നടയടച്ചു. നാളെ പുലർച്ചെയായിരിക്കും ദർശനം നടത്തുക. ഈ ഏകദേശം ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ സന്നിധാനത്തേക്ക് എത്തുമെന്നാണ് നാം പ്രതീക്ഷിക്കുന്നത്. 10 മണിക്ക് ശേഷമാണ് കെട്ട് നിറച്ച് മല ചവിട്ടാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ആരംഭിച്ചത്. റോഷ്നി. പ്രവീൺ, രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ എത്തിയില്ലെങ്കിലും മണ്ഡലത്തിൽ എത്തിയേക്കുമെന്ന വിലയിരുത്തലുകളൊക്കെ ഉണ്ടായിരുന്നു, അങ്ങനെ പ്രതീക്ഷിച്ചിരുന്നു. അതിനൊപ്പം തന്നെ അങ്ങനെ എത്തിയാൽ രാഹുലിനെ കാല് കുത്തിക്കില്ലെന്ന് അടക്കം യുവജന സംഘടനകളടക്കം പറഞ്ഞിരുന്നു. അപ്പോൾ ഈ ഒരു വിവാദങ്ങളെല്ലാം നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ തന്നെയാണ് അദ്ദേഹം ശബരിമലയിൽ എത്തിയിരിക്കുന്നത്. കൂടെ ആരുണ്ട് എന്നറിയാമോ? അതാണ് റോഷ്നി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം നിയമസഭാ സമ്മേളനം തുടങ്ങിയ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിൽ അതിൽ പങ്കെടുത്ത ശേഷം തിരികെ വന്നപ്പോൾ നാം അദ്ദേഹത്തിന്റെ അടൂർ നെല്ലിമുകളിലെ വീട്ടിലേക്ക് പോയിരുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ട രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ളൊരു ബോഡി ലാംഗ്വേജ് ആയിരുന്നു നിയമസഭാ സമ്മേളനത്തിന്റെ ആദ്യ ദിവസം തുടങ്ങിയ ദിവസം പങ്കെടുത്ത ശേഷം അടൂരിലേക്ക് വന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എം.എൽ.എ. അദ്ദേഹത്തോടൊപ്പം സന്തത സഹചാരികളായിട്ടുള്ള ചില യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അന്നും ഉണ്ടായിരുന്നു. വളരെ ആത്മവിശ്വാസത്തോടു കൂടിയാണ് അന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ എം.എൽ.എ. മാധ്യമപ്രവർത്തകർ സംസാരിച്ചത്. പക്ഷേ ഒരു വാർത്താ സമ്മേളനത്തിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ പോയില്ലെങ്കിൽ പോലും മാധ്യമപ്രവർത്തകരെ അദ്ദേഹം നേരിൽ കണ്ടിരുന്നു, കാര്യങ്ങളൊക്കെ സംസാരിച്ചിരുന്നു. അപ്പോഴാണ് അടുത്ത 2 ദിവസം ഏതായാലും തിരുവനന്തപുരത്തേക്ക് പോകുന്നില്ല, ചില വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞത്. പക്ഷെ അത് എന്ത് പ്രോഗ്രാമുകളാണ്, പരിപാടികളാണ് എന്നൊന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ വ്യക്തമാക്കിയിരുന്നില്ല. ഏതായാലും രാഹുൽ ക്യാമ്പ് ഇപ്പോൾ ഒരു ആത്മവിശ്വാസമുണ്ട്. കാരണം നിയമസഭാ സമ്മേളനം തുടങ്ങിയ ദിവസം തന്നെ തലസ്ഥാനത്തേക്ക് പോകുന്നു. അവിടെ ചില പ്രക്ഷോഭങ്ങളൊക്കെ ഉണ്ടായെങ്കിൽ പോലും വലിയ തിരിച്ചടി ഉണ്ടായില്ല എന്നൊരു വിലയിരുത്തലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എം.എൽ.എയുടെ ക്യാമ്പിലുള്ളത്. ഒപ്പമുള്ള യൂത്ത് കോൺഗ്രസ് നേതാക്കളും അതേ രീതിയിലുള്ള തന്നെയുള്ള പ്രതികരണങ്ങൾ തന്നെയാണ് നടത്തിയിരിക്കുന്നത്. ഏതായാലും ഇന്നിപ്പോൾ വൈകിട്ട് 10 മണിയോടുകൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ എം.എൽ.എ. പമ്പയിലേക്ക് എത്തി. അതിനുശേഷം കെട്ടുനിറച്ച് ഇപ്പോൾ സന്നിധാനത്തേക്ക് മല ചവിട്ടുകയാണ്. റോഷ്നി. പ്രവീൺ, രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ ഒരു വിവാദങ്ങൾക്കൊക്കെ ശേഷം വീടിന് പുറത്തിറങ്ങിയത് തന്നെ വളരെ വിരളമായിട്ടായിരുന്നു. വീടിനകത്ത് തന്നെയായിരുന്നു അദ്ദേഹം. ഒന്ന് നിയമസഭയിലേക്കാണ്, മറ്റൊന്ന് ഇതിപ്പോൾ രണ്ടാമത് ഒരു ക്ഷേത്ര ദർശനം, അല്ലേ? റോഷ്നി, വിവാദങ്ങൾ തുടങ്ങിയ ദിവസം മുതൽ കൃത്യമായി പറഞ്ഞാൽ നാം രാഹുൽ മാങ്കൂട്ടത്തിൽ എം.എൽ.എയുടെ ഒരു ശബ്ദം അല്ലെങ്കിൽ രണ്ടുപേർ തമ്മിലുള്ള ശബ്ദ സംഭാഷണം നാം പുറത്തുവിട്ടതിന് ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ ആദ്യം ഒരു വാർത്താ സമ്മേളനം നടത്തി. അന്നാണ് ഈ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനം രാജിവെക്കുന്നതായി പ്രഖ്യാപിച്ചത്. തൊട്ടടുത്ത ദിവസം തന്നെ മറ്റൊരു വാർത്താ സമ്മേളനത്തിന് രാഹുൽ മാങ്കൂട്ടത്തിൽ എം.എൽ.എ. തയ്യാറെടുത്തിരുന്നു അടൂരിലെ വീട്ടിൽ വെച്ച്. പക്ഷെ അവസാന നിമിഷം ആ ഒരു വാർത്താ സമ്മേളനത്തിൽ നിന്ന് പിൻവാങ്ങുകയായിരുന്നു. പിന്നീട് ഒരു വാർത്താ സമ്മേളനം കൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ എം.എൽ.എ. നടത്തി. പക്ഷേ അതിലും കൃത്യമായിട്ടുള്ള ചോദ്യങ്ങൾക്കൊന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ എം.എൽ.എ. മറുപടി നൽകിയിരുന്നില്ല. പിന്നീട് ഒരിക്കൽ പോലും രാഹുൽ മാങ്കൂട്ടത്തിൽ വീടിന് പുറത്തേക്ക് ഇറങ്ങിയിരുന്നില്ല. പിന്നീട് തലസ്ഥാനത്തേക്ക് പോകുന്നു എന്ന ധ്വനിയിൽ വീട്ടിൽ നിന്നും എം.എൽ.എ. ബോർഡ് വെച്ച കാറിൽ ഇറങ്ങുകയും കൊട്ടാരക്കരയ്ക്ക് സമീപം വെച്ച് മറ്റൊരു വഴിയിലൂടെ തിരിച്ച് വീട്ടിലേക്ക് പോവുകയുമായിരുന്നു. അതിനുശേഷം വീടിന് പുറത്തേക്ക് അധികം ഇറങ്ങിയിട്ടില്ല എന്ന് തന്നെ പറയാം. ഭൂരിഭാഗം സമയം വീടിനുള്ളിൽ തന്നെയായിരുന്നു, ഒതുങ്ങിക്കൂടുന്ന ഒരു സമയം തന്നെയായിരുന്നു. അപ്പോഴും ഏതാനും യൂത്ത് കോൺഗ്രസ് നേതാക്കൾ മാത്രമാണ് രാഹുൽ മാങ്കൂട്ടത്തിനോടൊപ്പം അവിടെ ഉണ്ടായിരുന്നത്. വീട്ടിലേക്ക് എത്തിയിരുന്നത് വളരെ ചുരുക്കം പേർ മാത്രമായിരുന്നു. നമുക്കറിയാം, കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും സസ്പെൻഡ് ചെയ്യപ്പെട്ട ആ ഒരു സന്ദർഭത്തിൽ പരസ്യമായി രാഹുൽ മാങ്കൂട്ടത്തിന്റെ വീട്ടിലേക്ക് എത്താൻ DCC നേതൃത്വവും ഒപ്പം തന്നെ മറ്റ് യൂത്ത് കോൺഗ്രസ് നേതാക്കളൊക്കെ മടിച്ചിരുന്നു. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് എം.എൽ.എ. സ്ഥാനം രാജി വെക്കേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്ക് എത്തുന്നു. ഒപ്പം തന്നെ കോൺഗ്രസിൽ നിന്നും പല അഭിപ്രായങ്ങൾ
അഭിപ്രായങ്ങൾ ഇക്കാര്യത്തിൽ പുറത്തു വരുന്നു. ഒടുവിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കേണ്ട എന്ന രീതിയിലേക്ക് പല പ്രമുഖ കോൺഗ്രസ് നേതാക്കളും എത്തുന്നു. അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ സംഭവവികാസങ്ങൾ നടന്നപ്പോൾ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ക്യാമ്പ് അല്പം ഉണർന്നിരുന്നു. അതിനുശേഷം നിയമസഭാ സമ്മേളനം തുടങ്ങിയ ആ ദിവസം തന്നെ തിരുവനന്തപുരത്തേക്ക് എത്തുകയും അതിൽ പങ്കെടുക്കുകയും പിന്നീട് തിരിച്ചു വരികയും ചെയ്ത ശേഷം ആ ക്യാമ്പിനെ, രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ക്യാമ്പിനെ കൂടുതലൊരു ആത്മവിശ്വാസം വന്നിട്ടുണ്ട്. ഏതായാലും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ കൂടുതൽ അണികളെ അല്ലെങ്കിൽ കൂടുതൽ പ്രവർത്തകരെ കൂടെ നിർത്താനുള്ള ഒരു ശ്രമം കൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ MLA നടത്തുന്നുണ്ട്.